ഒരു മറക്കാൻ പറ്റാത്ത ദിവസം. അന്നാണ് ഞാൻ അവളെ ആദ്യം കണ്ടത്. ഇതെങ്ങാനും എന്റെ അച്ഛൻ കണ്ടാലേ എന്റെ ജീവിതം പോക്കാ. നിന്റെ കൂടെ നിൽക്കുന്നതിന് പകരം ഞാൻ ഒരു തള്ളുവണ്ടി നടത്തേനെ. പോടാന്നോ? എടാ, പെണ്ണുങ്ങളെ കാണുമ്പോ ഞങ്ങള് വേണ്ടെന്ന് പറയുന്നത് നിങ്ങളൊക്കെ എപ്പോഴാടാ നിർത്താൻ പോകുന്നത്? മാറ്. ഹലോ, നിങ്ങളോടൊന്ന് സംസാരിക്കണം. സാരമില്ല, നീ പോയിക്കോ. എന്താ? അല്ല, പേടിക്കൊന്നും വേണ്ട. ലവ് ലെറ്റർ ഒന്നും അല്ല. രാവിലെ നിങ്ങളെ ഇടിച്ചപ്പോൾ ഈ പേപ്പർ മിസ് ചെയ്തിട്ട് പോയി. അതാണ് ഇത് കൊടുത്തിട്ട് സോറി പറഞ്ഞിട്ട് പോകാൻ വന്നതാണ്. ഇല്ല, സാരമില്ല, അറിയാതെ പറ്റിയതല്ലേ, സാരമില്ല. പിന്നെ തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ സ്റ്റോറി ഞാൻ പഠിച്ചു. ഒരു ചെറിയ പോർഷൻ മാത്രമേ പഠിക്കാൻ പറ്റില്ലൂ. പക്ഷെ നല്ല യഥാർത്ഥമായിരുന്നു. ഒരു ചെറിയ കുട്ടി തന്നെക്കാളും വയസ്സുള്ള ആളെ അവനറിയാതെ ഇഷ്ടപ്പെടുന്നത്, പറയാതെ പ്രേമത്തിന്റെ സൗന്ദര്യം, വേദന, പേടി, ഇതെല്ലാം ഞാൻ പഠിച്ച രണ്ടേ ഭാഗത്ത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അവളുടെ ഒരു ഇന്നസെന്റ് ഇല്ല, അത് വളരെ മനോഹരമായിരുന്നു. ഒരു പാർട്ട് വായിച്ചിട്ട് അവൾ ഇന്നസെന്റ് ആണെന്ന് തീരുമാനിക്കണ്ട. എത്രയും പെട്ടെന്ന് ഫുൾ സ്റ്റോറി പബ്ലിഷ് ആവും. അത് വായിച്ചിട്ട് പറയും. തീർച്ചയായും. ആ രണ്ട് ഭാഗത്തിന്റെ ആഘാതം എന്നെ ഇനിയും വിട്ടുപോയിട്ടില്ല. നിങ്ങളുടെ റൈറ്റിംഗിൽ എന്തോ ഒരു സീക്രട്ട് ഉണ്ട്. നിങ്ങൾ ഒരുപാട് ബുക്സ് പഠിക്കുമോ? ചിരിക്കലീന്നേ, സീരിയസ് ആയിട്ടാ ചോദിക്കുന്നേ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. പറയാം, പക്ഷെ ഒരു കണ്ടീഷൻ. പറയൂ. ആ ബസ് സ്റ്റോപ്പ് വരെ എന്റെ കൂടെ ഒന്ന് വരുമോ? അല്ല, എനിക്ക് പട്ടിന്ന് വെച്ച പേടിയാ. അതുകൊണ്ട് അവളുടെ കൂടെ വന്ന് നിങ്ങൾ അവളെ പറഞ്ഞു വിട്ടു. എന്താണെന്നേ, ഇതൊക്കെ എൻ്റെ ഒരു കടമയല്ലേ. വരൂ. ഒരുപാട് ബുക്സ് വായിക്കുമെന്നല്ലേ ചോദിച്ചേ? ഞാൻ ഇതുവരെ ഒരു ബുക്ക് പോലും വായിച്ചിട്ടില്ല, എന്റെ അക്കാഡമിക്സ് അല്ലാതെ. അല്ല, വെറുതെ പറയരുത് കേട്ടോ. ഞാൻ അത്രയ്ക്ക് എക്സ്പേർട്ട് അല്ലെങ്കിലും എനിക്ക് ബേസിക് റൈറ്റിംഗ് ഒക്കെ എനിക്കറിയാം. ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത്. പിന്നെ എങ്ങനെ എത്ര നാച്ചുറൽ ആയിട്ട്? ഇമാജിനേഷനാണ് ഒരു കഥയുടെ ഇൻട്രസ്റ്റിംഗ് പോയിന്റ്. എന്നാൽ സത്യം അതിന്റെ റിയാലിറ്റിയാ. ആ റിയാലിറ്റി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നമ്മുടെ മനസ്സിൽ ഒരുപാട് ഭാവനകൾ തോന്നും, എന്നാൽ കണ്ണ് സത്യമേ പറയൂ. എന്നാൽ ആ സത്യത്തെ മാത്രമേ ഞാൻ വിശ്വസിക്കൂ. വെറുതെ ഒരു മുറിയിലിരുന്ന് ആലോചിച്ച് എഴുതിയാലേ അത് വെറും വാക്കുകൾ മാത്രമായിരിക്കും. ഒരു അന്വേഷണം വേണം. ആ അന്വേഷണമായിരിക്കും നമ്മുടെ കഥയുടെ സത്യം മാത്രമല്ല, ജീവനും. എനിവേ, എന്നെ ഇവിടം വരെ ഡ്രോപ്പ് ചെയ്തതിന് താങ്ക്സ്. അതൊന്നും സാരില്ല നീ. അതെ, പിന്നെ ഇനി എവിടെയെങ്കിലും നായ കണ്ട എന്നെ വിളിച്ചാൽ മതി. ഹായ്. 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 ഹലോ. ഹായ്, ഇത് ഞാനാ, പ്രശാന്ത്. എന്താണ് ചെയ്യുന്നേ? പറയൂ പ്രശാന്ത്. ഇല്ല, വെറുതെ വിളിച്ചതാ. നിങ്ങൾ ഫ്രീ ആണോ? പുറത്തെവിടെയെങ്കിലും മീറ്റ് ചെയ്താലോ? ഇല്ല, ഞാനിപ്പോൾ ബുക്ക് പബ്ലിഷിംഗ് ജോലിയിലാ. ഓ ശരി, എന്നാൽ പബ്ലിഷ് ചെയ്തതും പറയണേ. യാ ഷുവർ. എനിക്ക് പോവാൻ സമയമായി. ബൈ. ടേക്ക് കെയർ. അതെ, ഒരു മിനിറ്റ്. നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം. എങ്ങനെയാ പറയേണ്ടതെന്ന് അറിയില്ല, പക്ഷെ പറഞ്ഞില്ലെങ്കിൽ തലേനെ പിടിച്ചേക്കും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പറഞ്ഞേക്കാൻ വന്നതാണ്. ഞാൻ നേരിട്ട് തന്നെ പറഞ്ഞേക്കാം. എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. ഐ ലവ് യു. എന്തെങ്കിലും പറഞ്ഞിട്ട് പോയി. യെസ്, നോ?
നോ, ഒന്ന് ആലോചിച്ചിട്ട്. ഐ എം ഓൾറെഡി ഇൻ എ റിലേഷൻഷിപ്പ്. പക്ഷേ ഇതിനെക്കുറിച്ച് നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്തിനു പറയണം? പറയാൻ ഒരു ആവശ്യമില്ലല്ലോ പ്രശാന്ത്. ഓ, ബൈ. അന്നാണോ നീ അവളെ അവസാനമായി കണ്ടത്? കൊറിയർ മാഡം. നെയിം ഇത് ഞാനാണ്. താങ്ക്സ്. എന്താണ് നെയിമെല്ലാം പുതിയതായിട്ട്? വെറുതെ എന്ന് വെച്ചാ? ആ, പ്രകൃതി എന്നർത്ഥം. ഒന്ന് ആലോചിച്ചപ്പോ എന്നെ പോലെ തോന്നി, അതുണ്ടാ. ഒരുപാട് ദിവസമായില്ലേ? അദ്ദേഹം നിങ്ങളുടെ ആക്ച്വലി ഞാൻ നിൻ്റെ അടുത്തപ്പോൾ കള്ളവാ പറഞ്ഞത് പ്രശാന്ത്. ഞാൻ ഒരു റിലേഷൻഷിപ്പിലും ഇല്ല. ഫ്രാങ്കായിട്ട് പറയണമെങ്കിൽ നീ എന്നെ ഒരുപാട് സ്റ്റോക്ക് ചെയ്തില്ലേ, അതെനിക്കിഷ്ടമില്ല. നിന്നെ എങ്ങനെ അവോയ്ഡ് ചെയ്യണമെന്ന് അറിയാത്തപ്പോൾ ഐ ഡിഡ്ന്റ് വാണ്ട് ടു ബി ഹാഷ് വിത്ത് യു. ഞാൻ നിന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. താങ്ക്സ്. കോഫി നല്ലോണ്ട്. ശരി, ഞാൻ പോവുകയാണ്. ഡെലിവറി കുറേ ഉണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൾ ചെയ്യൂ. എൻ്റെ നമ്പർ മാറ്റിയിട്ടില്ല, അതുതന്നെയാണ്.